ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളുടെ മക്കൾ അവരെ വിട്ട് പിരിയുകയുണ്ടായി. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കരളമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച 10 വയസ്സുകാരൻ അവൻ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ സുബഹി സ്വലൊക്കെ കഴിഞ്ഞ് വന്ന് വാപ്പാക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ദീനീ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു 10-17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, അവനും പെട്ടെന്ന് തലച്ചോറിൽ രക്തം വാർന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് മക്കൾക്കും സ്വർഗം കൊടുക്കട്ടെ. അതിലൂടെ അവരുടെ മാതാപിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സമ്മാനിക്കട്ടെ. അത് നമുക്കും അതിന് സാക്ഷിയായവർക്കുമൊക്കെ പാഠമായി മാറുമാറാകട്ടെ. അപ്പോൾ ഞാൻ അതിലൊരു കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാതിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കുട്ടി മരിച്ചാൽ ഒരാൾ ചെയ്യേണ്ട കാര്യം, തൻ്റെ മകൻ മരിച്ചാൽ അല്ലെങ്കിൽ മകൾ മരിച്ചാൽ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലലാണ്. അങ്ങനെ ചൊല്ലുന്നൊരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഹംദ് കൊടുക്കും, സ്വർഗത്തിൽ ഒരു വീട് സമ്മാനമായി കൊടുക്കും എന്ന ഹദീസിലുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സാധാരണ അങ്ങനെ ഉണ്ടാവുമ്പോൾ എവിടെ പോയാലും നമ്മൾ അന്വേഷിക്കും. ഈ മരണ വീട്ടിലും രോഗസന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ ആളുകൾ പൊതുവെ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, ഒക്കെ എടുത്ത് വൈകി പുറത്തേക്കിറങ്ങാനായ മയ്യത്ത് വീണ്ടും അയച്ച് കാണുന്ന തിരക്കായിരിക്കും ഉണ്ടാകുക. മയ്യത്ത് ഉള്ള സ്ഥലത്ത് ചെന്നാൽ മയ്യത്ത് കാണാനുള്ള തിരക്കാണ് ആൾക്കാർ ചെയ്യുക. ആ മയ്യത്തിന്റെ ജനാസയിൽ പങ്കെടുത്ത് പൂർണ്ണമായും അവിടെ നിന്ന് തസ്ബീത്തൊക്കെ ചൊല്ലി ആ കുടുംബത്തെ അവിടെ വീട്ടിലാക്കി ആശ്വസിപ്പിച്ച് അവരെ ചേർത്ത് പിടിച്ച്, ഇതൊക്കെയാണ് ഒരു മരണ വീട്ടിൽ ചെയ്യേണ്ടത്. പക്ഷെ അതല്ല പലപ്പോഴും നടക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ കാതിൽ ചോദിച്ചു, നിങ്ങൾ അൽഹംദുലില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലിയില്ലേ രണ്ടാളും? അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, മൗലവി എങ്ങനെ നോക്കിയിട്ടും കുട്ടി മരിച്ചതിന് ഒരു അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞു പറയാൻ പറ്റുന്നില്ല. അൽഹംദുലില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ ചൊല്ലി, പക്ഷേ കുട്ടി മരിച്ചതാണല്ലോ. അപ്പോ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഞാൻ വൈഫിനോടും ചോദിച്ചു. അപ്പൊ വൈഫും ഇതേ മറുപടിയാണ് പറഞ്ഞത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് ആ സമയത്ത് പങ്കുവെച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഖുതുബയിൽ പറയാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞ് മരണപ്പെട്ടാൽ നമുക്ക് അൽഹംദുലില്ലാഹ് പറയാൻ കഴിയും എന്നത് കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. മക്കൾ മരണപ്പെട്ടിട്ടില്ലെങ്കിലും ആ ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിന് വലിയ പുണ്യമുണ്ട്. ഇനി എങ്ങാനും അവരെ വഴിമധ്യേ നമുക്ക് നഷ്ടപ്പെട്ടാൽ, അങ്ങനെയാണല്ലോ വിശ്വാസമൊക്കെ ഉറപ്പിക്കേണ്ടത്. ഞാൻ എൻ്റെ ഈദിന് നടത്തിയ ഖുതുബ യഖീനിനെ കുറിച്ചായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുതുബയിലും അത് പരാമർശിച്ചു. എന്തുകൊണ്ട് യഖീന് ബോധ്യം ഉള്ളിൽ ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷണമോ അപകടമോ പ്രതിസന്ധിയോ രൂപപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് ഉപകാരപ്പെടുക. കയ്യിൽ റെയിൻകോട്ട് വെക്കുന്നത് എപ്പോഴും മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല. മഴയായി ആകാശം പെയ്തിറങ്ങുമ്പോൾ ഞാനും എൻ്റെ വസ്ത്രവും എൻ്റെ പുസ്തകവും എൻ്റെ രേഖകളും ഒന്നും അതിൽ നനഞ്ഞു കുതിരാൻ പാടില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ്. ഹെൽമറ്റ് ധരിക്കുന്നത് ആ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനാണ്. എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തെ ദൃഢീകരിച്ചു വെക്കുന്നത്, കൺഫ്യൂഷനുകളെ മുഴുവൻ ക്ലിയർ ചെയ്ത് ഒരു ശക്തമായ വിശ്വാസത്തിന്റെ വക്താവായി, ഹൃദയത്തിൽ ഉറച്ച നിലപാടുള്ള ആളായി മാറുന്നത്, തീർച്ചയായും അത് നമ്മൾ ഓരോ കാര്യങ്ങളും അഭിമുഖീകരിക്കേണ്ട ഒരു സമയം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ കുട്ടികൾ മരിക്കുന്ന വിഷയം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ വാക്കെടുത്ത് ഉദ്ധരിച്ചു. എന്താണ്? സമറത്തു ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ അവന്റെ ഹൃദയത്തിന്റെ ഫലമായ, അവന്റെ ഹൃദയത്തിന്റെ വിഭവമായ കുഞ്ഞിനെയാണ് ഞാൻ മരിപ്പിച്ചത് എന്ന പ്രയോഗമാണ്. അപ്പൊ ഒരു കുട്ടി മരിക്കുമ്പോൾ അത്രയും വലിയ വിഷമങ്ങളൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അപ്പോൾ ആയുസ്സിൽ കുട്ടികൾ പ്രസവിച്ചോർണം മരിച്ചവരും പിന്നീട് നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ ആളുകൾക്കൊക്കെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അൽഹംദുലില്ലാഹ് അള്ളാഹു പടച്ചോനെ നിനക്കാണ് സ്തുതി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങേണ്ടതാണ് എന്ന ഒരു ഉൾക്കൊണ്ട മനസ്സോടെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുക. ഇനി അതിന്റെ കാരണങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത്, റബ്ബാണല്ലോ തന്നത്. റബ്ബ് തന്നപ്പോ സ്വീകരിച്ച അതേ മനോഭാവത്തോടുകൂടെ തിരിച്ചു കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റണം. റബ്ബ് തന്നത് എന്തിനാണ്? പരീക്ഷിക്കാനാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന,
നിങ്ങളുടെ സമ്പത്താണെങ്കിലും നിങ്ങളുടെ സന്താനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അള്ളാഹുവിന്റെ അടുത്താണ് മഹത്തായ പ്രതിഫലം ഉള്ളത് എന്നാണ്. അപ്പൊ കയ്യിൽ മാസം കിട്ടുന്ന ശമ്പളം, നമുക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്നത്, കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നത് ഒക്കെ നമുക്കുള്ള പരീക്ഷണമാണ്. നമുക്ക് പഠിച്ചോൻ തരുന്ന പരീക്ഷണമാണ്. നമ്മുടെ ഇൻകം നമുക്കുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെലവഴിക്കും, എന്തൊക്കെ ചെയ്യും, ഏതിലേക്കൊക്കെ കൊടുക്കും, എങ്ങനെയൊക്കെ നിർവഹിക്കും, എവിടെയൊക്കെ പിടിച്ചു വെക്കും, എവിടെയൊക്കെ പിശുക്കും, എവിടെയൊക്കെ ദുറുത്ത് കാണിക്കും, അതുണ്ടായിട്ടും ഇല്ലെന്ന് ആരോടൊക്കെ പറയും എന്നൊക്കെ നോക്കാൻ വേണ്ടി തന്നതാ. അതിനെയാണ് മക്കളെ കാര്യത്തിലുള്ള ലക്ഷ്യം, അല്ലെ? മക്കളും ഒക്കെ പരീക്ഷണമാണ്. അപ്പൊ ആ പരീക്ഷണം ചിലപ്പോൾ എന്ത് ചെയ്യും, മക്കളെ വളർത്താൻ തന്നിട്ട്, വളർത്തി വലുതാക്കാൻ അവസരം തന്നിട്ട് പരീക്ഷിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, പടച്ചോൻ വഴിമധ്യേ തിരിച്ചു വിളിക്കും. അപ്പോ പടച്ചോൻ തന്ന അതേ മനസ്സോടുകൂടെ തിരിച്ചു കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റും, അല്ലെ? ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധിപൻ അള്ളയാണ്. യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാ ഇനാസൻ വയഹബു ലിമൻ യശാ ദുകൂറ. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഉണ്ടാക്കും. പിന്നെ യഹബു ലിമൻ യശാ ഇനാസൻ, കുറെ ആളുകൾക്ക് പടച്ചോൻ പെൺകുട്ടികളെ കൊടുക്കും, കുറെ ആളുകൾക്ക് പടച്ചോൻ ആൺകുട്ടികളെയും കൊടുക്കും. അപ്പൊ എന്താ ഒന്നാമത്തെ ഉത്തരം? കുട്ടി മരിച്ചാൽ ഒരു വ്യക്തിക്ക് നിങ്ങളെ മോന് മരിച്ചിട്ടോ പോയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയാനുള്ള സംഭവം എന്താ? ഈ കുട്ടിനെ കിട്ടിയപ്പോഴും അൽഹംദുലില്ലാ എന്നാ പറഞ്ഞേ. അതുകൊണ്ട് കുട്ടിനെ തിരിച്ചു കൊടുക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയണം. എന്റെ പരീക്ഷണത്തിൽ പരാജയപ്പെടും മുമ്പ് എനിക്ക് അവനെ തിരിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ, ഇനി ഈ നിലപാട് കൊണ്ട് ഞാൻ വിജയിക്കണം എന്ന് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ സലഫുകളുടെ ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, അവരുടെയൊക്കെ മരണത്തിന് ശേഷം അവരുടെ മക്കളെ കുറിച്ചും ആ മരണത്തെയൊക്കെ അവർ കൈകാര്യം ചെയ്ത രീതി കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും. അബൂ ത്വൽഹത്തുൽ അൻസാരി ഒരു കച്ചവടത്തിന് പോവുകയാണ്. നമ്മളെ പോലെ അല്ലല്ലോ, അവര് കച്ചവടത്തിന് പോണത് എങ്ങനെ? ഒട്ടകത്തിലോ കുതിരപ്പുറത്തോ നടന്നിട്ടോ ഒക്കെയാണ് പോണത്. വീഡിയോ കോളിൽ സംസാരിക്കാനും വാട്സാപ്പ് മെസ്സേജ് അയക്കാനൊന്നുള്ള ഓപ്ഷനൊന്നുമില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം പോകുമ്പോൾ മകന് കലശലായ രോഗം ഉണ്ടായിരുന്നു. കുട്ടിയുടെ രോഗചികിത്സയും വീടും കുടുംബമൊക്കെ പോറ്റണമെങ്കിൽ അധ്വാനിക്കാൻ പോകണം. അപ്പൊ പോകുമ്പോൾ ഭാര്യ യാത്രയാക്കി. തിരിച്ച് അദ്ദേഹം കുറെ മണിക്കൂറുകൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോ ഉമ്മുസ്ലൈമിനോട് ചോദിച്ചു, ഉമ്മുസ്ലൈം എന്താ മോന്റെ വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നല്ല ഉഷാറാണ്, അവൻ ഏറ്റവും ഉഷാറിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും ഉഷാറിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. അദ്ദേഹം ഭക്ഷണമൊക്കെ വിശദമായി കഴിച്ചു. ഭാര്യ കൂടെ ഇരുന്നു, സന്തോഷിപ്പിച്ചു. രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉമ്മുസ്ലൈം ചോദിക്കുകയാണ്, യാ അബാ ത്വൽഹ, അബൂ ത്വൽഹ എന്ന് വിളിക്കാണ്. ത്വൽഹയുടെ വാപ്പാന്നാണ് അറബ്സ് അങ്ങനെ വിളിക്കുക. അറബ്സ് മോന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് വിളിക്കുക. യാ അബാ ത്വൽഹ, അബൂ ത്വൽഹ, അറഅയ്ത ലൗ അന്ന ഖൗമൻ അആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും അയ്യംനഉഹും. ഭർത്താവിനെ ഇരുത്തി കൗൺസിലിംഗ് ചെയ്യാണ് ഭാര്യ. എന്താ? അറഅയ്ത ലൗ അന്ന ഖൗമൻ അആറു ആരിയതഹും അഹ്ല ബൈത്തിൻ, ഒരു വീട്ടുകാര് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകള് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ കൊടുത്തേൽപ്പിച്ച കാര്യം തിരിച്ചു ചോദിച്ചാൽ അത് കൊടുക്കണ്ടേ? അപ്പൊ അബൂ ത്വൽഹ പറഞ്ഞു, കൊടുക്കണം. എങ്കിൽ ഫഹ്തസിബ് ബിഇബ്നിക്, നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവോട് പ്രതിഫലം ആഗ്രഹിക്കുക. നമ്മളെ മോൻ മരിച്ചിട്ടുണ്ട്, മോൻ പോയിട്ടുണ്ട്, അള്ളാഹു തന്നതാണ്, അള്ളാഹു ഇത് തിരിച്ചെടുത്തിട്ടുണ്ട്. അള്ളാഹു ഒരാളെടുത്ത് നമ്മൾ ഒരാളെടുത്ത് ഉപയോഗിക്കാൻ കൊടുത്തൊരു സാധനം അയാൾ തിരിച്ചു വെച്ചാൽ നമ്മൾ കൊടുക്കണം. അതിൽ പരാതിപ്പെടാൻ പാടുണ്ടോ? അല്ല. ഭർത്താവിനെ നല്ല കൺവിൻസ് ചെയ്തതിന്റെ ശേഷം, ഭർത്താവായിട്ടുള്ള ശാരീരിക ബന്ധമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം, ഭക്ഷണമൊക്കെ കൊടുത്തതിന്റെ ശേഷം, എല്ലാം റിലാക്സ് ചെയ്യിച്ചതിന്റെ ശേഷം പറയാം. അപ്പൊ അബൂ ത്വൽഹ പക്ഷേ അതേ സെൻസിൽ അത് എടുക്കാൻ പറ്റില്ല. അബൂ ത്വൽഹ കുപിതനായി. അദ്ദേഹം ഭാര്യനെ തല്ലാനും ചവിട്ടാനൊന്നും പോയില്ല. ദീനാണ് അവർക്കൊക്കെ. അവർ പ്രവാചകന്റെ അടുത്ത് പോയി ഇവനോട് പരാതി പറഞ്ഞു, എന്റെ മുസ്ലിം എന്നോട് എങ്ങനെയാണ് നബിയെ ചെയ്തത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾ ഇന്ന് നടത്തിയ ശാരീരിക ബന്ധത്തിൽ അടക്കം ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹ് എന്താ ചെയ്തറിയോ? 9 കുട്ടികളെ കൊടുത്തു. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ അതിലെടുത്ത ദീനി സ്റ്റാൻഡിന് 9 ഹാഫിളീങ്ങളെ കൊടുത്തു, 9 ആലിമീങ്ങളെ കൊടുത്തു, 9 ദാഇമാരെ കൊടുത്തു, ലോകം പേരെടുത്തു പറയുന്ന മക്കളെ കൊടുത്തു. ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്രം പകരുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുത്ബ പറയുന്ന പള്ളിയിൽ ഇരുന്ന് പകുതി കേട്ടും പകുതി കേൾക്കാതെയും ഫുള്ള് കേട്ടും ഫുള്ള് ഉൾക്കൊള്ളാതെയൊക്കെ പോകുമ്പോഴും എന്തെങ്കിലും ഒരു വെളിച്ചമൊക്കെ കിട്ടാനുണ്ട് സഹോദരങ്ങളെ. ഭാര്യ ഭർത്താവും പ്രശ്നങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നതിലുണ്ട്. അങ്ങോട്ടും തച്ചു തീർക്കലല്ല, ആക്ഷേപിച്ചു തീർക്കലല്ല, തർക്കിച്ചു തീർക്കലല്ല. ഭാര്യ പറഞ്ഞാൽ അങ്ങനെ കേൾക്കണ്ട, അങ്ങനെ ഉണ്ടല്ലോ പഴമക്കാരുടെ ശൈലിയാണ്. ഇങ്ങനെ പറയാ, ഞാൻ അങ്ങനെ കേൾക്കുക, എന്തേ കേട്ടു. അവർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു.
വന്ന ഉടനെ മരണവാർത്ത പറയേണ്ടതില്ലായിരുന്നു എന്നുള്ളത്. അത് പരിഹരിക്കാൻ ഒരു നബിന്റെ അടുത്തേക്ക് പോയി അല്ലേ? ഇസ്ലാമിലെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭർത്താവിന് ഡോമിനൻസ്, ഭർത്താവിന് എന്താണ്, ഖവ്വാമാണ് ഭർത്താവ്. റിജാലു ഖവ്വാമുന അലൻ നിസാ, പുരുഷൻ സ്ത്രീയെക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണെന്ന് പറഞ്ഞത് എന്തിലാണ്? ഭാര്യനെ നേരെ നോക്കി നടത്തുന്നതിലാണ്. അഭിപ്രായം കേൾക്കണിലും സ്വീകരിക്കണിലൊന്നും അല്ല. മനസ്സിലായില്ലേ? അഭിപ്രായം കേൾക്കണിലും സ്വീകരിക്കണിലൊന്നും അല്ല. ഭാര്യന്റെ അടുത്ത് നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശം കേൾക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിസന്ധിപ്പെട്ട ഒരു ദിവസം സുൽഹ് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങാൻ നിൽക്കുമ്പോ അവിടെ അറുത്തു കൊടുക്കണം. ആരും അറക്കണില്ല. നബി പറഞ്ഞിട്ട് ആരും അറക്കണില്ല. നബിയെ എന്തിനാ നബിയെ ഇപ്പോഴും ഇവരോടിങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ തീരുമാനമാക്കി തരൂല വരെ. നമ്മൾ പഴയ ടീമൊന്നല്ല, നമ്മുടെ അടുത്ത ആളുണ്ട്, അർത്ഥമുണ്ട്, സംഘമുണ്ട്, സൈന്യമുണ്ട്. എന്തിനാ നബി ഇവർക്ക് ഇങ്ങനെ? ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു. നേരെ ഉമ്മുസലമന്റെ നബിന്റെ കൂടെ ആ യാത്രയിലുണ്ടായിരുന്നത് ഉമ്മുസലമ ബീവിയാണ്. നബിനെക്കാളും വയസ്സുണ്ട്, നബിനെക്കാളും വലിയ പ്രായമുണ്ട്. നബി കല്യാണം കഴിച്ച നബിന്റെ ഭാര്യയാണ്. മുസ്ലിമ ആരും ഞാൻ പറഞ്ഞ കേൾക്കണില്ല കേട്ടോ. ഒരു അയ്ബും തോന്നിയില്ല. മുസ്ലിമ ബീവി നബിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ മുടി മുറിക്ക, എന്നിട്ടാണ് വിതരണം ചെയ്യുക. നിങ്ങൾ മുറിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും മുറിക്കും. കാണിച്ചു കൊടുക്കും നബിയെ, പറഞ്ഞാ പോരാ. നബി മുറിച്ചു, മുടിയാണ് വിതരണം ചെയ്തു. എല്ലാവരും ഓർത്തു ഖലാസ്. അപ്പൊ ആയത്തിറങ്ങി, ഇന്നാ ഫതഹ്നാക ഫതഹൻ മുബീന. വലിയൊരു വിജയമാണ്. നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവില്ല, വലിയൊരു വിജയമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിമും പ്രവാചകനും തമ്മിലുള്ള ഈ സംഭാഷണത്തിനിടയിൽ കുട്ടി മരിക്കുമ്പോ എടുക്കേണ്ട സ്റ്റാൻഡ് മാത്രമൊന്നുമല്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് മാറാകെ മാന്തി കീറി ആകെ നിലവിളിച്ച്, അല്ലെ, എന്തിനേ പഠിച്ചോനേ എന്നോട് ഇത് ചെയ്തു എന്നല്ല ചോദിച്ചേ. ഭർത്താവിനെ അത്രയും നല്ല വൃത്തിക്ക് സ്വീകരിച്ചു. അതിന്റെ കാര്യം എന്താ? ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റാണ് എന്റെ കാര്യം. ഇത് പടച്ചോൻ തന്നതാണ്. പടച്ചോന് ഇഷ്ടം ഉണ്ടാവുമ്പോ തിരിച്ചെടുക്കാം. എനിക്കുള്ളതൊക്കെ റബ്ബ് തന്നതാണ്. എന്റെ ഏത് സ്വിച്ചും വേണമെങ്കിൽ പടച്ചോൻ എപ്പോഴും ഓഫാക്കാം. ഓക്സിജൻ ശരീരത്തിൽ ഓരോ മിനിറ്റിലും ഉണ്ടാവുക എന്നുള്ളത് പടച്ചോൻ തന്നൊരു സാധനം. പടച്ചോൻ ആ സ്വിച്ച് ഓഫ് ആക്കിയാൽ ഇപ്പുറത്തൊരു സിലിണ്ടറിന്റെ കൊണ്ടു നിൽക്കുന്നിട്ട് അതിനൊരു ട്യൂബ് ഇട്ടിട്ട് കൊടുക്ക് ഫിറ്റ് ചെയ്ത് തരും. എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവസാനിക്കും. എത്രയോ മനുഷ്യന്മാരുണ്ട് അങ്ങനെ ജീവിക്കണവര്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ ഹൃദയത്തിൽ ഈമാനിനെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ? അതല്ല, ഈ കിഡ്നി പോയി ഡയാലിസിസ് മെഷീന്റെ അടുത്ത് അങ്ങനെ കിടക്കും. അത്രയല്ലേ ഉള്ളൂ. പടച്ചോൻ ഓഫാക്കിയത് ഓഫായിട്ട് അവിടെ കിടക്കും. അപ്പൊ ഒന്നാമത്തെ ഉത്തരം അതാണ്. ഇനി രണ്ടാമത്തെ ഉത്തരം എന്താ അറിയോ? രണ്ടാമത്തെ ഉത്തരം, അള്ളാഹു ആ മാതാപിതാക്കളോട് കാണിക്കുന്ന കാരുണ്യമായിരിക്കും ചിലപ്പത്. നോക്ക് നമ്മള് ഖളിർ അലൈഹിസ്സലാമയും വേറൊരു നബിയും ഒന്നിച്ചൊരു യാത്ര പോയല്ലോ. ഖളിർ അലൈഹിസ്സലാമയും മൂസാ നബി അലൈഹിസ്സലാമയും ഒന്നിച്ചൊരു യാത്ര പോയി. വഴിമധ്യേ ഒരു കുട്ടിയെ അടിച്ചു കൊന്നു, അല്ലെ? ഒരു കുട്ടിയെ അടിച്ചു കൊന്നു. അതിന് നമുക്ക് കിട്ടേണ്ട പാടെന്താ? കുട്ടിനെ അടിച്ചു കൊല്ലാന്നല്ല, ഞമ്മക്ക് കുട്ടിനെ അടിച്ചു കൊല്ലാന്നല്ല. അവിടെ എന്തിനാ കൊന്നത്? ഈ കുട്ടി വളർന്നാൽ ഇവരുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടി ദോഷമായി മാറുന്ന അവരുടെ ഈമാനിനെ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ചിലപ്പോ ഒരു കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കണം എന്തിനായിരിക്കും? ഈ മാതാപിതാക്കളുടെ ഈമാൻ കാക്കാനായിരിക്കും. ഈ മോൻ വളർന്നപ്പം വേറെന്തോ ഒരു സാധനമായി ഇവരുടെ തന്നെ ഈമാൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ അവനിപ്പോ നല്ല നിലക്ക് അവന് എന്താ പറയാ, ശരീഅത്തിന്റെ വിധികളൊന്നും ബാധകമല്ലാത്ത കാലത്ത് 3-ാം വയസ്സിലോ 4-ാം വയസ്സിലോ 5-ാം വയസ്സിലോ 9-ാം വയസ്സിലൊക്കെ ഓനോട് പോകുമ്പോ എന്താ വിചാരിക്കണ്ടേ? ശരിക്കും എന്റെ പടച്ചോൻ എന്നോട് കാരുണ്യാണ് ചെയ്ത്. കാരണം ഇവിടെ പേര് കേട്ട റൗഡികളും ഗുണ്ടകളൊക്കെ ഉണ്ട്. 52 വെട്ടണോലും മനുഷ്യനെ റോട്ടിലിട്ട് വെട്ടിക്കൊല്ലണോലൊക്കെ ഉണ്ട്. ഓരൊക്കെ അമ്മാന്റെ പള്ളിയിൽ നിന്ന് വന്നു തന്നെയാണ്. അങ്ങനത്തെ ഒരു മോന്റെ പേരിൽ അറിയപ്പെടേണ്ടി വന്നില്ലല്ലോ. ആലോചിക്കാൻ കഴിയണം നമുക്ക്. ഇങ്ങനെയാണ് പടച്ചോൻ വിധിച്ചതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ മനസ്സിന് സമാധാനം ഉണ്ടാവും, കാരുണ്യം ഉണ്ടാകും, അല്ലെ? പലപ്പോഴും ഈ അള്ളാഹുവിന്റെ വിധിയിൽ പല നന്മകളും ഉണ്ടാകും. ആ നന്മകളൊന്നും ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അള്ളാഹുവിന്റെ വിധിയിൽ ചില വലിയ നന്മകൾ ഉണ്ടാകും. ഇപ്പോ ഉമ്മുസ്ലൈമിന്റെയും അബൂ ത്വൽഹന്റെയും സംഭവത്തിൽ തന്നെ ആ കുഞ്ഞു മരിച്ചാൽ ഞങ്ങൾക്ക് 9 ഹാഫിളീങ്ങളായ കുട്ടികളെ പടച്ചോൻ തരും എന്നവർ ഇച്ഛിച്ചിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവർക്ക് കൊടുത്തതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഏത് വിധിയിലും പിന്നീട് ഇങ്ങനെ ആലോചിക്കുമ്പോ, ഇപ്പൊ കരളൊക്കെ മാറ്റിവെച്ച്, ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, കരളൊക്കെ മാറ്റിവെച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്തൊരു കാര്യത്തിൽ അയാൾ നിന്നു. കരഞ്ഞ് തന്റെ കുഞ്ഞിനു വേണ്ടി അയാള് ജനങ്ങളോട് പണം അഭ്യർത്ഥിച്ചു. അത് ഞാൻ പറഞ്ഞപ്പോ അയാളുടെ മുഖം, അയാളുടെ ഭാര്യയും കണ്ണമർത്തി ചിമ്മി. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിലേറെ വേദന ജനങ്ങൾക്ക് മുന്നിൽ എന്റെ കുഞ്ഞിന് നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞ് നിന്നപ്പോഴുണ്ടായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ചാരിറ്റി നടത്തുന്ന, സോഷ്യൽ വെൽഫെയർ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒക്കെ നല്ല തന്നെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സഹോദരന്മാരെ? അങ്ങനെ അയാൾ ഇങ്ങനെ വന്ന് നിന്ന് കരഞ്ഞാലേ നിങ്ങൾ പൈസ കൊടുക്കുള്ളൂ, നമ്മൾ പൈസ കൊടുക്കുള്ളൂ. ചാരിറ്റിയുടെ ഈ രീതികളൊക്കെ തിരുത്തണം. അങ്ങനെ ഒരാളുടെ വയറിങ്ങനെ തുറന്ന് കാണിച്ച് അവിടെയുള്ള ട്യൂബൊക്കെ കൂടെ കാണിച്ചാലേ പൈസ കൊടുക്കുള്ളൂ എങ്കിൽ
അങ്ങനെ കൊടുക്കണ പൈസക്ക് കൂലി കിട്ടുന്നതിനെ കുറിച്ച് നല്ലോണം ആലോചിച്ചോളി. ഈ പറയണ പൈസ, ആ കൊടുക്കണ പൈസ, അതിനുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു. ട്യൂബും അയാളുടെ അവയവവും അയാളുടെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. എനിക്ക് എന്റെ ആത്മസുഹൃത്തിന്റെ കാര്യത്തിൽ തോന്നിയത് എന്താ അറിയോ, ഞാനിങ്ങനെ എപ്പോഴോ ഒന്ന് പരാമർശിച്ചു പോയി സംഭാഷണത്തിനിടയിൽ. നിങ്ങൾക്ക് ആ ഒരു ക്യാമറക്ക് മുന്നിലേക്ക് നിൽക്കേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ ഭാര്യയും ഭർത്താവും, ഞങ്ങൾ 3 ആള് മാത്രമുള്ള റൂമിൽ 2 ആളും കണ്ണമർത്തി ചിമ്മി. ആത്മാഭിമാനത്തിനേറ്റ ഒരു അടിയാണത്. പറഞ്ഞു, കുട്ടിക്ക് വേണ്ടി നാട് മുഴുവൻ ഇളകി വന്നപ്പോ എല്ലാവരും കൂടി എന്നോട് ആവശ്യപ്പെടുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചെയ്യുന്നതിന് എന്താ പ്രശ്നം, ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഇതിലിപ്പോ നമുക്ക് ചിലപ്പോൾ ഒന്നും ബോധ്യപ്പെടില്ല. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾക്ക് ദോശ എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഖൈറായിരിക്കും. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. ഈ കുഞ്ഞിന്റെ കരളൊക്കെ മാറ്റി വെച്ചു. പിന്നെ ആ ട്രീറ്റ്മെന്റും ചികിത്സയും മുന്നോട്ട് പോകാൻ എത്ര പൈസ വേണം സഹോദരന്മാരെ? പിന്നെയും പരീക്ഷണങ്ങൾ ഇങ്ങനെ വരികയാണ്. ഓരോ ബില്ലിംഗ് കൗണ്ടറിൽ ഇങ്ങനെ പോയി നിൽക്കേണ്ടി വരുമ്പോ എവിടുന്ന് ഉണ്ടാക്കുന്നത്? ആത്മാഭിമാനത്തെ നിരന്തരം പണയം വെച്ച്. അപ്പോ ഇപ്പൊ എന്താ ചെയ്ത്? ഇപ്പൊ പടച്ചോൻ അവനെ പിൻവലിച്ചു. ഹലസ്. ആ സഹോദരി പറഞ്ഞു, അവന്റെ എളാപ്പയാണ് ഈ കരൾ കൊടുക്കണത്. ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾ തീരുമാനിച്ചു, ഞാനാണ് കൊടുക്കണത്. കുടുംബത്തേക്ക് അയാൾ ഉപദേശിച്ചു, എല്ലാരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി, കടന്നു കൊടുത്തയാൾ. അത്രേ ഉള്ളൂ. ഞാൻ എന്റെ സദസ്സിനോട് പറയാണ്, ഇങ്ങനത്തെ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് കുടുംബങ്ങൾ മാത്രമല്ല ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്, ഹോസ്പിറ്റൽ തീരുമാനിക്കുന്നിടത്ത് അതൊരു അസ്ലാണ്. ഹോസ്പിറ്റലുകളൊക്കെ പൊതുവെ അതിനൊരു വ്യവസായത്തിന്റെ തലമുണ്ട്. നിഷേധിച്ചിട്ട് കാര്യമില്ല, പച്ചക്ക് വരാതിരുന്നിട്ടും കാര്യമില്ല. ഇനി കൂടുക, അമേരിക്കയിലും യൂറോപ്പിലുള്ള വമ്പൻ കമ്പനികൾ വന്ന് നമ്മളെ നാട്ടിലെ ഹോസ്പിറ്റലുകളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഭീകരമാകാൻ പോവാണ്. നമ്മളുടെ ഫേസ്ബുക്ക് ഐഡികളിലും നമ്മൾക്ക് സംസാരിക്കാവുന്നിടത്തൊക്കെ പറയേണ്ടത് അതാണ്, അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചാണ്, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പൊതു ഇടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ളത് ഞാൻ പറയാണ്. അങ്ങനെ നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ അപ്പടെ തീരുമാനമാക്കണം, 10 മിനിറ്റ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പറയും. ചിലതൊക്കെ ജനുവിനായിരിക്കും കേട്ടോ, പക്ഷെ അതിലൊക്കെ കൃത്യമായ ചർച്ച വേണം. പല ഹോസ്പിറ്റലുകളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്, പലരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റും, പല ഡോക്ടേഴ്സിനും പല നിരീക്ഷണങ്ങളായിരിക്കും. അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അവന് മരണമാണ് ഖൈറെങ്കിൽ ഈ കരളെടുക്കണീന്റെ മുമ്പ് പടച്ചോനെ എന്റെ കുട്ടിനെ നീ കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ പറഞ്ഞു. ഏതുമ്മാക്ക് അങ്ങനെ പറയാൻ പറ്റുക? വലിയ സംഭവമല്ലേ അത്? അപ്പൊ ഞാൻ പറയണത്, ചില ഖൈറുകൾ ഉണ്ടാവും. കുട്ടിനെ അങ്ങനെ നഷ്ടപ്പെടൽ ചിലപ്പോൾ ഭയങ്കര ഖൈറായിരിക്കും. ഒരു ചികിത്സക്ക് പോലും അവസരം കിട്ടാതെ കുട്ടിയാണ് പോയി, ഭയങ്കര സങ്കടം ഉണ്ടാവും. ഒരു സങ്കടമല്ലേ? കാരണം എന്താ അറിയോ, ഈ ക്യാമറന്റെ ഒക്കെ മുന്നിൽ നിന്ന് നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ അഭിമാനങ്ങളെ പണയം വെച്ച് കണ്ടൊരവസ്ഥ പഠിച്ചോൻ തന്നില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഖൈറുണ്ടാകും. നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും അതിലൊക്കെ ചില ഖൈറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നാലാമത്തെ കാര്യം എന്താ അറിയോ, അൽഹംദുലില്ലാ എന്ന് പറയല് വലിയൊരു ഇബാദത്താണ്. അജബൽ അംരിൽ മുഅ്മിനിന്റെ കാര്യം മഹാ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. അവന് സന്തോഷം വന്ന ശക്കറ ഫകാന ഖൈറൻ ലഹു, അള്ളാഹുവിനെ അവൻ സ്തുതിക്കും, അല്ലെ? അവൻ അള്ളാഹുവിനോട് നന്ദി പറയും, അപ്പൊ അവന് ഖൈറാണ്. വൈന അസ്ബഹു ദർറ സബറ, അവന് ബുദ്ധിമുട്ടുകൾ വന്നാൽ എന്ത് ചെയ്യും? അവൻ ക്ഷമിക്കും, അപ്പോഴും അവന് ഖൈറാണ്. അതുകൊണ്ട് എന്താണെങ്കിലും അതൊക്കെ അവന് ഖൈറായി മാറുന്ന ഒരു സാഹചര്യമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. നോക്ക് നിങ്ങൾ, നമ്മൾ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വരികളൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്ന കുറേ ഖൗലുകളുണ്ട്, അവരുടെ മനോഹരമായ ഖൗലുകളുണ്ട്. മഹാനായ ഇമാം ശുറൈഹ് റഹിമഹുല്ല അദ്ദേഹം പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വന്നാൽ ഇന്നീല തുസീബുനി അൽ മുസീബ, എനിക്ക് ചില മുസീബത്തൊക്കെ വരും. കുട്ടി മരിച്ചു, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ എന്റെ ക്രിയാറ്റിന്റെ അളവ് കൂടി, അല്ലെങ്കിൽ ഞാനിങ്ങനെ പണിതുരത്തുന്ന വീട് അതിന്റെ വാർപ്പ് കെട്ടാൻ പറ്റിയില്ല, 2-3 മഴ കൊണ്ട് അതിന്റെ ചുമര് ഇടിഞ്ഞു വീണു, അല്ലെങ്കിൽ ഞാനും എന്റെ കുട്ടികളും മക്കളൊക്കെ ഒന്നിച്ചുറങ്ങേണ്ടതിന് പകരം ഞാനിങ്ങനെ ഒരു പ്രവാസിയായി 10-12 ആളുടെ റൂമിൽ എല്ലാം കടിച്ചമർത്തി സഹിച്ച് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ എന്താണെന്നുള്ളല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അതാണ് മുസീബത്ത്, അല്ലെ? അങ്ങനെ മുസീബത്ത് ബാധിച്ചാൽ കേട്ടോളൂ നിങ്ങൾ, 4 തവണ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാ എന്ന് ഞാൻ 4 വട്ടം പറയും. ഒന്നെന്തിനാ? അഹ്മദുഹു ഇദാ ലം തകുൻ അഅ്ലം, ഇതിലേറെ വലുത് തന്നില്ലല്ലോ, ജോലി പോയിട്ടില്ലേ ഉള്ളൂ, ജോലി ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ 4th സ്റ്റേജിൽ എത്തിയിരുന്നെങ്കിലോ? ഏത് കിട്ടിയാലും ആ കിട്ടിയാലൊരു അൽഹംദുലില്ലാഹ് വകുപ്പുണ്ട്, ഏത് കിട്ടിയാലും ആ കിട്ടിയതിലൊരു അൽഹംദുലില്ലാഹ് വകുപ്പുണ്ട്. ഇനിയോ
വഹ്മദു ഇദാ റസഖനി അസ്സബ്റ അലൈഹ, എനിക്ക് ക്ഷമിക്കാൻ പറ്റി, ഉടനെ തൂങ്ങി മരിക്കാന്ന് തോന്നിയില്ല, അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചില്ല, അല്ലെങ്കിൽ പടച്ചോനെ ചീത്ത പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഞാൻ ഇബാദത്ത് ചെയ്തിട്ടും പടച്ചോനെ നീ എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്തതെന്ന് ചിന്തിച്ചില്ല, അല്ലേ? ഇനി വഹ്മദു ഇദാ വഫഖനി ഇസ്തിർജ, എനിക്ക് ക്രിയാറ്റിൻ കൂടുതലാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനാണ് ഇസ്തിർജ എന്ന് പറയുന്നത്. മരിച്ചാ ചൊല്ലാനുള്ളതല്ലേ, മരിച്ചാ മാത്രം ചൊല്ലാനുള്ളതല്ല കേട്ടോ. അവിടെ വണ്ടി ആക്സിഡന്റ് ആയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് ഇസ്തിർജാവ് ഓർമ്മ വന്നു, അപ്പോഴും ഞാൻ അൽഹംദുലില്ലാഹ് പറയും, എനിക്ക് ഇന്നാലില്ല ചൊല്ലാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടല്ലോ. അതായത് നമ്മളെ ശരിക്ക് ടെസ്റ്റ് ചെയ്യണത് എവിടെയാണ്? നമ്മളെ ശരിക്കും ടെസ്റ്റ് ചെയ്യണത് എവിടെ? നമ്മളാ വണ്ടി കണ്ട് ഇടിച്ചിട്ട് നമ്മളെന്തോ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവിടെ നമ്മൾ അല്ലാ എന്ന് വിളിക്കുവോ? അതാ വിഷയം. നോർമലി അല്ലാ എന്ന് വിളിക്കാൻ പണിയൊന്നുമില്ല കേട്ടോ. നമ്മളൊരു കനാലിക്കട മറിയാണ്, 5 ആളുള്ള വണ്ടി ഒരു കനാലിക്ക് ഇങ്ങനെ പോണ പോക്ക്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇങ്ങനെ ഉണ്ട് താഴത്തേക്ക് വരികയാണ്. മംഗലാപുരത്ത് ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായ ദുരന്തത്തിൽ രക്ഷപ്പെട്ടു രണ്ടാൾ. അതിൽ ഒരാള്, ഞാനൊരു കണ്ണൂരിലൊരു പരിപാടിക്ക് വന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ അദ്ദേഹം എന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ പരിചയപ്പെട്ടു, ഇങ്ങനായി. അപ്പൊ ഇയാളെ പേര് കേട്ടപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളാണല്ലേ ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാഠം ഒരു 2 കിലോമീറ്റർ യാത്രക്കിടയിൽ കിട്ടി. ഞാനതൊന്ന് പറഞ്ഞു തരുമായിരുന്നു. മൂപ്പര് പറഞ്ഞു, ഫ്ലൈറ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ വിൻഡോന്റെ അടുത്തായിരുന്നു ഞാൻ എടുത്ത് ചാടി, മരത്തിന്റെയും കൊമ്പിന്റെയും ഒക്കെ അടിയിൽ കൂടെ ഞാനിങ്ങനെ താഴോട്ട് വരികയാണ്. വീണോട്ടനെ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എനിക്ക് ഇറങ്ങി ഓടണം എന്ന് തോന്നി, ഞാൻ ഓടി. കുറെ ദൂരം ഞാൻ ഓടിയപ്പോ പെട്ടെന്ന് ഒരു പൊട്ടല് കേട്ടു. ഞാൻ ആ പൊട്ടല് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ നേരെ ഫോൺ എടുത്ത് ഭാര്യനെ വിളിച്ചിട്ട്, ഞാൻ ദുരന്തത്തിലൊക്കെ പെട്ടിട്ടുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പത്രക്കാരനോട് ചോദിച്ചു എന്താ പറയുള്ളത്, അതിനോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ ആ ദുരന്തം ഉണ്ടായപ്പോ അള്ളാനെ മാത്രമേ വിളിച്ചുള്ളൂ, അള്ളാനെ വിളിച്ചാൽ അള്ളാഹ് രക്ഷിക്കുന്നു. എനിക്ക് പ്രായോഗികമായിട്ട് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അവിടെ നമ്മളെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സ്പേസാണ്. നമ്മളെ കുട്ടി മരിക്കുക, നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുക, നമ്മളെ മോനെ പറ്റി ഒരു മോശം വാർത്ത കേൾക്കുക, അതൊക്കെ എന്താ ദുരന്തങ്ങളുടെ കാര്യമാണ്. ഞാൻ എന്റെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ മനുഷ്യന്റെ ഒരു വോയിസ് എന്റെ ഫോണിൽ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ അവിടെ ഒഴിവാക്കി നാട്ടിൽ വന്നപ്പോ വൈകുന്നേരം ഞാൻ അവനോട് സംസാരിക്കുന്നുണ്ട്. അല്ലാഹു ശരിക്കാ കുട്ടിയോട് സംസാരിക്കാനുള്ള ഒരു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അവനെ തിരിച്ചു കൊണ്ടുവരണേ നമുക്ക്. അവൻ പറഞ്ഞു, ഈ പയ്യൻ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞു, നല്ല നല്ല കുട്ടികളൊക്കെ പടച്ചവൻ കൊണ്ടുപോവുകയാണ്, ഞമ്മക്കുള്ളതൊക്കെ നമുക്ക് പരീക്ഷണത്തിനായി ഇവിടെ ബാക്കി വെക്കുകയാണ്. അത്രേ ഉള്ളൂ. അതിലും അദ്ദേഹം ദീനാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ദീന് മനസ്സിലാക്കി പോകുമ്പോൾ ഒരു പ്രശ്നമല്ല. 4-ാമത്തെ ഹംദത്തിന് വാർജു ബിഹ സവാബ്, ഞാനതുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ചല്ലോ, ഞാൻ ഇസ്തിർജായ് ചൊല്ലിയല്ലോ, എനിക്ക് രോഗമുണ്ട് അതുകൊണ്ട് എനിക്കൊരു കൂലി കിട്ടാണ്ട് എന്ന് വിചാരിച്ചല്ലോ, അപ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് പറയും. വഅഹ്മദു ഇദാ ലം തകുൻ ഫി ദീനി, അതെന്റെ ദീനിലല്ലെങ്കിൽ. എന്തെല്ലാം ഫിത്നയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കണത് അല്ലേ? എന്തെല്ലാം ഫിത്ന നമുക്ക് തോന്നുന്നല്ല. അറിവ് ഇസ്ലാമിലില്ല എന്നൊരു ചങ്ങാതി പ്രസംഗിക്കലുണ്ട്, അതിന് ഭയങ്കര ആയത്തോ ഹദീസൊക്കെ. അപ്പൊ അത് ശരിക്കും സൂക്ഷ്മമായി കേൾക്കാത്ത ആൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. ഒരു സെക്കുലർ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ ഓൻ പറയണ ദീന് ഭയങ്കര സ്വീകാര്യമായ ദീനായിരിക്കും. വിളക്ക് കൊളുത്തുന്നോൽക്കോണി കൊളുത്തണ്ടാത്തോൾക്ക് കൊളുത്തായിരിക്കണ്ട, എന്താ പഞ്ച് ഡയലോഗ് അല്ലേ? പക്ഷെ അതിന്റെ അസലെന്താ? ഇതൊക്കെ മത ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. അതേ വേദിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഞാനൊന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ പറഞ്ഞാൽ സ്വീകരിക്കോ? ഞാനൊന്ന് കുരിശു വരച്ചിട്ട് ഉദ്ഘാടനം ചെയ്യട്ടെ പറഞ്ഞാൽ സ്വീകരിക്കോ? പറ്റുമോ? അൽഫാത്തിഹ ഓതിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, പറ്റൂല. അതൊക്കെ ദീനാണ്, അതൊക്കെ മതാണ്. അപ്പോ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന്റെ മതത്തെ സംസ്കാരത്തിന്റെ പേരിൽ നമ്മളെ തലയിൽ കിട്ടുക. അപ്പൊ അത് വേണ്ടെന്നറിയുമ്പോ അതിനോട് പ്രതികരിക്കുമ്പോ ആ പ്രതികരണങ്ങളോട് ശാന്തമായി, വൈജ്ഞാനികമായി, ബുദ്ധിപരമായി, പ്രാമാണികമായി പ്രതികരിക്കാൻ പഠിക്കുക. ആരും അങ്ങനെ മൂക്കിൽ വലിക്കൊന്നുമില്ല. അതൊക്കെ പോട്ടെ പറഞ്ഞാൽ അടുത്തത് വരും. അടുത്തെന്താ? ഓൻ പള്ളിക്ക് പോണ ആളാണ്, ഓൻ നിസ്കരിക്കണ ആളാണ്, നാളെ വരാൻ പോണ അതാണ്. അവരൊക്കെ നിസ്കരിക്കുന്ന ടീമാട്ടോ, ശ്രദ്ധിക്കണം. അതാ വരാൻ പോണേ. ഓരോന്നിനും വാല് ചുരുട്ടിക്കൊടുത്ത് പിന്നോട്ട് പോന്നാൽ വരാൻ പോണേ. പറയേണ്ടിടത്ത് പറയേണ്ടത് പറയണ നിലപാടെന്ന് പറയാം. മനസ്സിലായില്ലേ? പറയേണ്ടിടത്ത് പറയേണ്ടത് പറയണ നിലപാടെന്ന് പറയാം. അത് പാർട്ടിന്റെ പേരിൽ അതിനോട് കോംപ്രമൈസ് ആക്കാൻ പറ്റൂല. ഒരാൾ ചെയ്യും, വേറൊരാൾ ചെയ്യൂല, രണ്ടുകൂട്ടരുണ്ടായിക്കോട്ടെ എന്നാണ്. എന്താണ് ഇതേ പാർട്ടിയുടെ ഒക്കെ മുൻഗാമികൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ചെയ്തത്? അവരെന്ത് ധീരമായ സ്റ്റാൻഡ് എടുത്തത്? അതിന്റെ കാരണം എന്താ? ആ കാരണം പറഞ്ഞു പോണം. അത് രാഷ്ട്രീയമല്ല, അത് ദീനുണ്ട്. മതനേതൃത്വം രാഷ്ട്രീയത്തിലല്ല, മതനേതൃത്വം അതിലുള്ള ദീനിലെ ഇടപെടുന്നത്. രാഷ്ട്രീയത്തിന്റെ രീതിക്കനുസരിച്ച് പോണീന് കുഴപ്പമൊന്നുമില്ല. പറ്റാത്തത് വന്നാൽ പറയുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, മുസീബത്തുൻ തുഖ്ബിലു ബിക അലല്ലാഹി ഖൈറുൻ ലക മിൻ നിഅമത്തിൻ തുൻസീക ദിക്റല്ലാഹ്. വല്ലാത്തൊന്നത് അതാ മറ്റൊന്ന്. അൽഹംദുലില്ലാഹ് പറയാനുള്ള പ്രചോദനം മറ്റൊന്ന് അതാണ്. മുസീബത്തുൻ തുഖ്ബിലു ബിക അലല്ലാഹ്, നിനക്കൊരു ദുരന്തം വന്നിട്ട് എനിക്ക് പടച്ചോൻ അങ്ങനെ സ്ഥിരമായിട്ട് ഓർമ്മ വരികയാണ്.
അതാണ് ഖൈറുൽ ലക മിൻ നിഅമത്തിൻ തുൻസീക ദിക്റല്ലാഹ്. അള്ളാഹുവിന്റെ ദിക്ർ തന്നെ മറപ്പിക്കുന്ന അനുഗ്രഹം നിനക്ക് വരുന്നില്ലാറ് നല്ലത്. പൊടി പൊടിച്ച ബിസിനസ്, ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് കയറുക. പക്ഷേ ലഹുർ അസർക്ക് കഴിഞ്ഞു, മഗ്‌രിബിക്ക് പോയി ഒറ്റടിക്കറ നിസ്കാരം. എന്താ കാര്യം? ഒരു കാര്യമല്ല എന്നാ. അപ്പൊ നിനക്കൊരു രോഗമുണ്ട്, ഒരു പരീക്ഷണുണ്ട്, ഒരു പ്രശ്നമുണ്ട്, അള്ളാഹിനോട് നിരന്തരം വർത്താനം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നീ ഖൈറായിട്ട് എടുത്തോന്നാണ്. മാത്രമല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാ, ലൗ കുശിഫ ലിൽ അബ്ദി ഹിക്മത്തുല്ലാഹി ഫീ മഖ്ദൂരിഹി, ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അള്ളാഹു നൽകിയ ഖദറിലുള്ള ഹിക്മത്തൊക്കെ വെളിപ്പെടുത്തി കൊടുത്താൽ ലറഅ അന്ന മഖ്താറല്ലാഹു ലഹു ഖൈറുൻ മിമ്മ ഖ്താറഹു ലിനഫ്സിഹി. എന്താണ്? ഒരു അള്ളാഹു തന്റെ അടിമക്ക് വിധിച്ച കാര്യങ്ങളിലെ ഹിക്മത്ത് മനസ്സിലാക്കി കൊടുത്താൽ താൻ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ അള്ളാഹു തെരഞ്ഞെടുക്കണം എനിക്ക് നല്ലതെന്ന് മനസ്സിലാകുമെന്ന്. അതിപ്പോ നമുക്കൊക്കെ ജീവിതത്തിൽ വന്ന എന്ത് ദുരന്തങ്ങൾ എടുത്തോളൂ. നമ്മളമ്മ പെട്ടെന്ന് മരിച്ചു, നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ? അമ്മ ഇങ്ങനെ 25 കൊല്ലം നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കടന്ന് മരിക്കേണ്ടി വന്ന സുഹൃത്തുക്കളെ, ചിലപ്പോഴൊക്കെ അമ്മാന്റെ മനസ്സിലുണ്ടാകും എന്ത്, ഞാൻ ഓനെ എങ്ങനെ നോക്കിയതാ, എന്നിട്ട് എന്റെ കുട്ടിയൊക്കെ ഇപ്പൊ എനിക്ക് ഇത്രയൊക്കെ മക്കളുണ്ടായിട്ട് ആര് കുഞ്ഞ വേണ്ട നോക്കി കഴിഞ്ഞു, ഖലാസ്. എന്താ സംശയമുള്ളത്? അപ്പൊ അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളൊന്ന് ചെയ്യും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ കുട്ടികളെ നഷ്ടപ്പെട്ടാൽ ഉള്ള അങ്ങനത്തെ അസ്ലുകൾ അതൊക്കെ ഉൾക്കൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു വ്യക്തിക്ക്, അതിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം എന്താ അറിയോ? അതാണ് സ്വബറാക്കിയ സ്വർഗം കിട്ടും. നമ്മളെ കുട്ടികളെ നമ്മളെ കബറിങ്ങ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വലതും സ്വാലിഹും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ ഒരു മോനുണ്ടാണെന്ന് നമ്മളെ ആഗ്രഹം അല്ലേ? എന്നാലും നമ്മളെ സ്വർഗവാതിൽക്കൽ കാത്തു നിൽക്കും. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവന്റെ ശുപാർശ നമുക്ക് ബൈത്തുൽ ഹംദക്ക് കടക്കാം. അത്രേ ഉള്ളൂ. എന്ത് സിമ്പിളാ വിഷയം മനസ്സിലാക്കി വെക്കാൻ. അപ്പൊ അതിങ്ങനെ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക.